കബീറിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടി റിയാദിലേക്ക് പോവുകയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷമീർ എന്ന് പറയുന്ന ഭർത്താവിനോടൊപ്പം റിയാദിലെ കഴിഞ്ഞ 22-ാം തീയതി ഫെബ്രുവരി 22-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നും ഫ്ലൈറ്റ് കയറി റിയാദിൽ പോയി ഇറങ്ങി തന്റെ ഭർത്താവിനോടൊപ്പം താമസിച്ചു കൊണ്ടിരിക്കുമ്പോ വിശുദ്ധ റമളാനിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്ത് കിട്ടി? സഹോദരന്റെ ജോലി വിശുദ്ധമാക്കപ്പെട്ട മദീനത്തെ പള്ളിയുടെ ചാരത്തേക്ക് ജോലി ട്രാൻസ്ഫർ കിട്ടുക. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി മക്കളില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സമയത്തും നിറകണ്ണുകളോടുകൂടി ദുആ ചെയ്ത ഉസ്താദേ, ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, ഞാൻ ദുആ ചെയ്തെന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചോ ഇല്ലോ എന്ന് എനിക്കറിയില്ലല്ലോ. എത്രയോ വട്ടം മഗ്‌രിബിന്റെ മുമ്പ് ഞാൻ ദുആ ചെയ്തതാ, എന്റെ ആവശ്യങ്ങൾ തീർന്നിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ ഷഹനയുടെ ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷിയാ. ഭർത്താവിനോടൊപ്പം മദീനയിൽ വന്നു. ആ ഷമീർ എന്ന് പറയുന്ന സഹോദരൻ പറയുന്നുണ്ട്, ആ ഞങ്ങൾക്ക് ജോലി കിട്ടിയതിനു ശേഷം മിക്ക ദിവസവും രാത്രിയിൽ ഞങ്ങൾ മദീനയിൽ വരും. മിക്ക ദിവസവും രാത്രിയിൽ ഞങ്ങൾ മദീനയിൽ വരികയാ. യഥാ മദീന, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മദീന. 60 ലക്ഷം 70 ലക്ഷത്തോളം വരുന്ന ആളുകൾ കൂട്ടം കൂട്ടമായി മദീന പള്ളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മദീന. രാത്രിയിലെ തഹറാവീഹ് നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പച്ചക്കുപ്പയ്ക്ക് താഴെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ ലോകത്തിന്റെ 140 രാഷ്ട്രങ്ങളിൽ നിന്നോ 400-ൽ പരം ഭാഷകൾ സംസാരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ മദീനയിലേക്ക് ഒഴുകുമ്പോ ഷമീർ എന്ന് പറയുന്ന ഈ കേരളക്കാരനായ കരുനാഗപ്പള്ളിക്കാരനായ ചെറുപ്പക്കാരൻ പറയുന്നു, നാട്ടുകാര്, ഞാനും എന്റെ ഭാര്യയും ആ കൂട്ടത്തിൽ പോയി. ഞാനും എന്റെ ഭാര്യയും കൂട്ടത്തിൽ പോയി. ശുദ്ധ റമളാൻ മാസം 5 നട്ടപ്പാതിരാ സമയത്ത് അവർ രണ്ടുപേരും മദീനത്തെ പള്ളിയുടെ പച്ചക്കുബ്ബയിലേക്ക് നോക്കിയിരുന്നു. മക്കളില്ലാത്തതിന്റെ പേരിൽ ദുആ ചെയ്യുകയാ. 10 വർഷക്കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ ഞങ്ങൾക്ക് തൗഫീക്കില്ല. പടച്ചവനെ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകണമല്ലാ. ഷമീർ ഇരുന്ന് ദുആ ചെയ്തു. പിന്നിലിരുന്ന് ഷഹന എന്ന് പറയുന്ന 33 വയസ്സുകാരി ആമീൻ പറഞ്ഞു. എവിടെ നോക്കിക്കൊണ്ടാ ദുആ ചെയ്യുന്നത്? മുത്തുനബിയുടെ പച്ചക്കുബ്ബയിലേക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ കിടന്നിറങ്ങുന്ന മദീനത്ത് ഇന്ന് ചെന്നാലും ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിക്കൂടിയിരുന്ന് കരയുന്ന 2 സ്ഥലമാ. ഒന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗള, മാ ബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്നാ. അവിടെ ഇരുന്ന് കരയുന്ന കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. രണ്ടാമത്തെ കരച്ചിൽ മുത്തുനബിയുടെ പച്ചക്കുബ്ബ കണ്ടുകൊണ്ടാ. ഷമീർ ഇരുന്നു കൊണ്ട് ദുആ ചെയ്തു, റബ്ബേ, 10 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് നൽകണേ എന്ന് ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കും. മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് മക്കളെ നൽകണേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഷമീർ ദുആ ചെയ്ത് കഴിഞ്ഞ് മുഖത്തേക്ക് 2 കൈകളും ചേർക്കുമ്പോ ഷമീർ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഷഹന, ഞാനെങ്ങാനും ഈ മദീനയിൽ കടന്നു മരിച്ചാൽ എന്റെ മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകരുത്. എന്റെ മയ്യത്ത് മദീനയിൽ അടക്കണോ? ഈ സമയത്ത് ഷഹന വാപത്തുകയാ. ഇല്ല, ഞാനെങ്ങാനുമാണ് പടച്ചവനെ, ഞങ്ങൾ ഇന്ന് മരിച്ചാ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ മക്കളില്ല, ഞങ്ങളുടെ മയ്യത്ത് ഖബറിൽ വെക്കാൻ മക്കളില്ല. പടച്ചവരെ, മദീനത്ത് മരിച്ചാൽ എത്രയോ പേരും അല്ലാഹുവിന്റെ തീരുമാനം പോലെ നോമ്പ് 5-ന്റെ രാത്രിയിൽ ദുആ ചെയ്യുന്നു. 6-ന്റെ പ്രഭാതമായപ്പോ ഷഹന എന്ന് പറയുന്ന 33 വയസ്സുകാരിക്ക് പ്രമേഹ രോഗിയാ. അവൾക്ക് ക്ഷീണം ബാധിക്കുകയാണ്. മദീനത്തെ പള്ളിയുടെ പരിസരത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഡോക്ടർമാര് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വാക്കുകളിലേക്ക് അടച്ചപ്പോ അവനല്ലാതെ തകർന്നു പോവുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഇന്നലത്തെ വാക്ക് ഓർക്കുകയാണ്. എന്താ തന്റെ ഭാര്യ പറഞ്ഞത്? പ്രിയപ്പെട്ടവനെ, മരിച്ചാൽ എന്റെ മയ്യത്ത് ഇവിടെ അടക്കണം.
ആ സഹോദരൻ ചെയ്ത പണി ഏതെന്നറിയോ? സഹോദരങ്ങളെ, വിദേശ രാജ്യങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ അതിന്റെ പേപ്പർ ഭാഗങ്ങൾ തീരാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരും. പക്ഷേ ഒരു 24 മണിക്കൂർ വേണ്ടി വന്നില്ല. നോമ്പ് 6-ന്റെ അന്ന് പ്രഭാതത്തിൽ മരിച്ചു. അന്നത്തെ മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചപ്പോ മയ്യത്ത് അവിടെ വന്നു, മദീനത്തെ പള്ളിയിൽ വന്നു. എന്തൊരു ഭാഗ്യമാ സഹോദരങ്ങളെ! ദുആ ചെയ്ത റബ്ബ് തട്ടുമെന്ന് പ്രതീക്ഷയോടുകൂടി ചെയ്തോ. ഷഹന സാക്ഷിയാണ്, ഷമീർ സാക്ഷിയാ. അന്നത്തെ മഗ്‌രിബ് നമസ്കാരത്തിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മയ്യത്ത് നിസ്കാരത്തിന് മദീനത്തെ പള്ളിയിൽ ഷഹനാടെ മയ്യത്ത് കൊണ്ടുവന്നു. 10,000-അല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് ഷഹനാടെ മയ്യത്ത് 6 നോമ്പ് പിടിച്ചുകൊണ്ട് ആ നോമ്പ് തുറന്നതിന് ശേഷം ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ആളുകൾ ഷഹനാ വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയാ. അവസാനം ആ മയ്യത്ത് മദീനത്തെ പള്ളി വരികയാണ്. ഷമീറിന്റെ അടുക്കലേക്ക്, ഷമീറിന്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക്. എന്തിനാണെന്നറിയോ? ഷമീർ, ഇതിന്റെ പൊന്നുമോന. മദീനത്തെ പള്ളിയിലെ ജന്നത്തുൽ ബഖീൽ ഒരു പ്രത്യേകതയുണ്ട്. കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായി ഖബറുണ്ടാക്കലില്ല. ഏതെങ്കിലും വലിയവരുടെ ഖബറിന്റെ കൂട്ടത്തിൽ ഖബറടക്കലാ. സുഡാനി ചെറുപ്പക്കാരൻ 2-3 ദിവസം പ്രായമുള്ള അലി എന്ന് പറയുന്ന പൊന്നുമോന്റെ മയ്യത്തുമായിട്ട് ആ പച്ച തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നത്. ഇന്നലെ റബ്ബിനോട് ഷഹന ദുആ ചെയ്തതല്ലോ, ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് നൽകണേ റബ്ബേ. 6-ന്റെ അന്ന് മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു. മദീനത്തെ പള്ളിയിൽ ആളുകൾ നോമ്പ് തുറന്നു, മഗ്‌രിബ് നമസ്കരിച്ചു. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ ഷഹനാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. 3 ദിവസം പ്രായമുള്ള സുഡാനി പൊന്നുമോന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോയി. ഏതാ ജന്നത്തുൽ ബഖീ? 10,000-ഓളം സഹാബാക്കൾ കിടന്നുറങ്ങുന്ന മണ്ണ്. ഏതാ ജന്നത്തുൽ ബഖീ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, മനിസ്തതാ മിൻകും മൻ യമൂത ഫിൽ മദീന ഫൽയമൂത് ഫിൽ മദീന. ആർക്കെങ്കിലും മദീനയിൽ കിടന്നു മരിക്കാൻ തൗഫീഖ് കിട്ടിയാൽ അവൻ അവിടെ കിടന്നു മരിച്ചോട്ടെ. ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ, ആ ജന്നത്തുൽ ബഖീല 10,000-ഓളം സഹാബത്തിന്റെ ഖബറുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ ഖബറുള്ളത്. മഹദിയായ പ്രിയപ്പെട്ട മുത്തുനബിയുടെ പൊന്നുമോള് മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറുള്ളത്. ആ ജന്നത്തുൽ ബഖീൽ കഴിഞ്ഞ നോമ്പ് 6-ന്റെ അന്ന് വൈകുന്നേരം 7-ാം നോമ്പിനന്ന് ഷഹനാക്ക് വേണ്ടി ഖബർ തുറന്നു. ആ ഖബർ തുറക്കുകയാണ്. ഷഹനയുടെ മയ്യത്ത് ഖബറിലേക്ക് വന്നുകൊണ്ട് മയ്യൊരു കുഞ്ഞുമോന്റെ മയ്യത്ത്. മുലപ്പാല് കൊടുക്കാൻ ഭാഗ്യം കിട്ടാത്ത ഷഹന, ഒരു മോനെ വളർത്താൻ ഭാഗ്യം കിട്ടാത്ത ഷഹന, അവസാനം ജീവിതത്തിന്റെ അഭിലാഷം പോലെ ഖബറിൽ പൊന്നുമോനെ മാറോട് ചേർത്ത് പിടിച്ച് കേൾക്കാൻ ഭാഗ്യം കൊടുത്തു. എന്തേ കാരണം? ദുആ ചെയ്തപ്പോ നിരാശനായില്ല. അല്ലാഹുവേ, ഒരു മോനത്താ അല്ലാഹ് കൊടുത്തില്ലേ അല്ലാഹ്. 2 ദിക്കിലുള്ളവരെ ഒരുമിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഖബറിൽ. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിലെ ഒരു കോണ് ചാരി വെച്ചതുപോലെയുള്ള കേരള സംസ്ഥാനത്തിന്റെ അടുത്തുള്ള കരുനാഗപ്പള്ളിയിൽ ജീവിച്ച പ്രിയപ്പെട്ട പറയുന്ന മോൾക്ക്, ആ പ്രിയപ്പെട്ട സഹോദരിക്ക് തന്റെ മാറിടത്തിന്റെ ചൂട് കിടക്കാൻ സുഡാനിൽ ജനിച്ചൊരു പൊന്നുമോൻ കിട്ടിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി തലേ ദിവസം എനിക്ക് പൊന്നുമോൻ കൊടുത്തില്ല. 3 ദിവസം പ്രായമുള്ള പൊന്നുമോൻ നാൾ വരെ എന്റെ അള്ളാഹു നിരാശയല്ല വേണ്ടത്, അല്ലാഹ് എനിക്ക് നടത്തി തരും, അല്ലാഹ് എനിക്ക് നടത്തി തരും. അതുകൊണ്ട് ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നാം ചെയ്ത പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ശുദ്ധമാക്കപ്പെട്ട ബദർ ദിന നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ബദർ ദിന നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഏറ്റവും കൂടുതൽ വിഷമിച്ചിരുന്നു പോയ ആ വിശുദ്ധമാക്കപ്പെട്ട ബദർ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിത്തരാൻ പറ്റിയത് ആ ബദർ ശുഹദാക്കൾ. 313 സഹാബത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മഹല്ല് കമ്മിറ്റികൾ നിങ്ങളെ വന്ന് സമീപിക്കുമ്പോൾ എല്ലാ വർഷവും 100 രൂപ കൊടുക്കുന്നവൻ ഈ വർഷം 500 രൂപ കൊടുക്കണം.